ഷോട്ടുണ്ട്, ഒരു മേലുദ്യോഗസ്ഥനെ കീഴുദ്യോഗസ്ഥനെ ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഷോട്ടുണ്ട്. അപ്പോൾ അതൊരു 10-12 വർഷം മുമ്പ് സെൻകുമാർ സർ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിറ്റേ ഏപ്രിലൊക്കെ ഇത് വളരെ മനസ്സിലായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ഇപ്പോൾ മുത്തങ്ങ ഇൻസിഡന്റ് പലതാണെന്ന് പറയുന്നതെങ്കിൽ പോലും അതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഇപ്പോൾ ഈ കാണിച്ച ഷോട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അനുരാജ് തന്നെ പറഞ്ഞ ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് കണക്ട് ആയിട്ടാണ്. നോർമലി നമ്മൾ കാണുന്നത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത ഒരു സിനിമ. ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് പല റിയൽ ഇൻസിഡൻസ് വരുമ്പോൾ എല്ലാത്തിനോടും എങ്ങനെ നമുക്ക് ഒരു മേക്കർ നീതി കൊടുക്കാൻ പറ്റും? അത് ഇപ്പോൾ ഒരു നേരത്തെ നമുക്ക് മുൻപേ യാത്ര ചെയ്ത സിനിമകളിപ്പോൾ ഒരു ഇൻസിഡന്റിനെ തന്നെ എല്ലാം പോർട്രേറ്റ് ചെയ്യാറുണ്ട്. പല ആ എഴുത്തുകാരൻ്റെ, ആ സംവിധായകൻ്റെ, അയാളുടെ കാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾ അത് കുറേ നീണ്ട നേരിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അടയാളപ്പെടുത്തൽ തന്നെയാണ്. അത് ഏത് തരത്തിലാണ് പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന ചിലപ്പോൾ അത് മാത്രമായിരിക്കണമെന്നില്ല, മറ്റു ചില വിഷയം കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ മറ്റു റീഡിങ്ങുകൾ കൂടി സിനിമയിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള, കോൺഫ്ലിക്റ്റുകളുള്ള, ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തിയുള്ള സിനിമയാണ്. ആ കോൺഫിഡൻസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ പ്രൊസിക്യൂട്ടർ എന്ന നിലയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ, ഞാൻ ഇഷ്ടം എന്ന സിനിമയായിട്ട് ഞാൻ 6 വർഷത്തിന് ശേഷം ചെയ്ത സിനിമയാണ്. ടൊവി എൻ്റെ സുഹൃത്താണ്. എന്നെ സംബന്ധിച്ച് ടൊവി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് റിവ്യൂ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ടൊവിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് സിനിമയിൽ. അതെനിക്ക് അഹങ്കാരത്തോടുകൂടി തന്നെ പറയാൻ പറ്റും. എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ, എന്നെ കരയിപ്പിച്ച, എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. ടൊവിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന സിനിമയിൽ മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ പറയാം. ഇപ്പോൾ പിന്നെ അതിനകത്ത് എന്താ വെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ള സിനിമയല്ല. ഇത് ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അതിൻ്റെ കഥ രൂപപ്പെട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിൽ പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ക് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാരെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട്, ഈ സിനിമ ശരിക്കും പോലീസുകാരെ നെഗറ്റീവായിട്ട് കാണിക്കുന്ന സിനിമയായിരുന്നു. ഒരുപാട് പേര്, ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല, അങ്ങനൊരു ഇതല്ല നമ്മൾ കേട്ടത്, കഥ എനിക്ക് അറിയില്ല എന്ന് പറയാം. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡൻറ്റിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ, ഇപ്പം നടൻ്റെ സംവിധായകൻ രണ്ടുപേർക്കും പറയാം, നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അത് തടയാൻ, പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് വിലങ്ങിടാൻ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ, അഭിനയിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ വേണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേർക്കും പറയാം. ഇപ്പം നടനെന്നുള്ള ടോയ്ക്ക് പിന്മാറണം, അങ്ങനെ എന്തെങ്കിലും. രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതെല്ലാവരും വീണ്ടെടുക്കാരും ഒക്കെ വീരന്മാരും നായകന്മാരും കഥാപാത്രന്മാരുടെ എത്രയോ സിനിമകൾ കണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ രീതിയില്ലായ്മ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ, അതിലിപ്പോൾ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവരെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം. ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം, ഇതൊക്കെയാണ് ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലും ആപേക്ഷികമായിരിക്കും. ഇപ്പോൾ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം. കാര്യം ഇയാളെ കൂടെ പെരുമാറുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും അയാളെ സുമേഷിനോട് പെരുമാറുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മൊമെന്റിലുണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർക്ക് നല്ലതായിട്ട് വൃത്തിയായിട്ടൊക്കെ തോന്നാറുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ, ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർ പുകഴ്ത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഇതിവൃത്തം അറിയാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ അല്ല എന്ന് പറഞ്ഞു, മറ്റ് സംഭവങ്ങളോ അതല്ല എന്ന് പറഞ്ഞു. ശരിക്കും ഒരു സിനിമ കണ്ടിട്ട് വേണ്ട ഒരു പ്രസ് മീറ്റാണ്. എന്തായാലും
വിസ്മരിക്കുകയും ചെയ്യണം അന്നത്തെ ദിവസം ഉറപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ പല രീതിക്ക് യാത്ര ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞ പല രീതിക്ക് യാത്ര ചെയ്യുന്നു. പക്ഷേ നീതി ലഭിക്കാത്ത ഒട്ടനവധി ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടിയൊരു നീതി ഈ സിനിമയിലൂടെ നടപ്പാക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിന് തോന്നുന്ന നിലയിലേക്ക് ഈ സബ്ജക്റ്റ് പോകുന്നു. അതായത് ഒരു സിനിമ ഉണ്ടോ കല ഉണ്ടോ ഒരു സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കാം, അവരെ ഇൻസ്പയർ ചെയ്യും. അത്രമാത്രമേ ഒരു കലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്താ പറയുക, നരിവേട്ട ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. ചർച്ചയ്ക്ക് പിന്നീട് ഈ സിനിമ ഇറങ്ങിയ ഒരു വലിയ ചർച്ചയ്ക്കുള്ള ഒരു വേദി കൂടെ തുറന്നു കൊടുക്കാൻ കഴിയില്ല ഒരു ഡയറക്ടർ എന്ന നിലയിൽ. അത് ഈ തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ആക്ച്വലി സിനിമ ചെയ്യേണ്ടത് മനുഷ്യനെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് കൂടെ അതിൽ ഉണ്ടാവുക എന്തും കൂടിയാണ് സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോമാറ്റും കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിലതെങ്കിലും. അപ്പോൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എവിടെയാണ് അടിച്ചമർത്തപ്പെട്ട ആൾക്കാർ ഇപ്പോഴുള്ളത്, അവരുടെ നീതി എവിടെ പോയി, അവരെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യാത്തത്, അവർക്ക് പൂർണ്ണമായ നീതി കിട്ടുന്നുണ്ടോ, അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്. ഇപ്പോൾ ആർല ഫാമിൻ്റെ കാര്യം ഞാൻ പറയാം. ആർല ഫാം എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ആദിവാസി സെറ്റിൽമെൻറ്റ് ഫാമാണ്. അതിൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ്. 16 പേരെ കൊന്ന ഒരു ആന അതിനകത്തുണ്ട്. കഴിഞ്ഞ 4 മാസം മുമ്പ് ഒരു ദമ്പതികളെ ആന ചവിട്ടിക്കുന്നു. അത് ഇവിടെ എത്ര മാധ്യമങ്ങളിൽ മൂട്ടിയപ്പെട്ടുള്ള വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത്, ചില സമൂഹങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ, മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നമ്മളെപ്പോലെ ആക്കണം, നമ്മളെപ്പോലെ വസ്ത്രം, നമ്മളെപ്പോലെ പാർപ്പിടം, നമ്മളെപ്പോലെയുള്ള ആഹാര രീതികൾ അതാണോ, അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയാണോ വേണ്ടത്. ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? ഇത് ചൂണ്ടിക്കാണിക്കാനേ ആർട്ടിന് പറ്റുള്ളൂ. ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ നീതി നടപ്പാക്കേണ്ടതും അതാതും സംവിധാനം. 2 ഭരണകൂടമാണ് കേരളത്തിലെ LDF മീഡിയം 2 ഭരണകൂടങ്ങളുടെ ഭരണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ ഇതിൽ കാണിക്കുന്ന പല സംഭവങ്ങളും അവരെ ഭരണത്തിന്റെ കീഴിൽ വരുമ്പോഴാണ് നടക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയ ചർച്ച, രാഷ്ട്രീയ വേദിയിലേക്ക് കൂടെ ഈ സിനിമ കടന്നു ചെല്ലില്ലേ? ചില കഥകളിലേക്ക് എത്താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ്. മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം, ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് എത്തുന്നത് വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹിക ജീവനായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയുക അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും. അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അവരങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെ എല്ലാവരെയും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ്, അവരുടെ ആവശ്യമുള്ളത് അവരെ അർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെ അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ സമൂഹത്തിനും ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുകൊല വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. 2018 എന്നൊരു സിനിമ മനസ്സിൽ ആഴത്തിൽ തട്ടിയൊരു സിനിമ.